ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു RB മെറിറ്റ്. ഈ ക്ലാസ്സിൽ നമുക്ക് ഗുൽമോഹർ കാ ജന്മദിൻ എന്ന പാഠഭാഗത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സും ആക്ടിവിറ്റീസും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ കഥയുടെ തുടക്കത്തിൽ എന്താ കണ്ടത്? ഒരു ലെറ്ററാണല്ലേ. മീന തൻ്റെ കൂട്ടുകാരിയായ നിർമ്മലിന് മരത്തിൻ്റെ ജന്മദിനം ആഘോഷിക്കുവാൻ വേണ്ടി ക്ഷണിക്കുന്ന കത്താണല്ലേ കണ്ടത്. നമുക്ക് ഇവിടെ തന്ന കത്ത് നിമന്ത്രൺ പത്രമാണ്. നിമന്ത്രൺ പത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവിറ്റേഷൻ ലെറ്റർ, മലയാളത്തിൽ ക്ഷണക്കത്തെന്ന് പറയും. സോ ഈ കത്തിൽ നിന്ന് നമുക്ക് അധികം വൺ വേർഡ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നാൽ നമുക്ക് ഇതിൽ നിന്ന് എങ്ങനത്തൊക്കെ ചോദ്യങ്ങൾ വരുമെന്ന് നോക്കാം. ആദ്യമായിട്ട് കിസ്നെ പത്ര ലിഖാ ഹേ, ആരാണ് കത്ത് എഴുതിയത്? ആരാ കത്ത് എഴുതിയത്? മീനയാണല്ലേ. അതുകൊണ്ട് ഉത്തരം എന്താ എഴുതേണ്ടത്? മീനാനെ പത്ര ലിഖാ ഹേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കിസ്കോ പത്ര ലിഖാ ഹേ, ആർക്കാണ് കത്ത് എഴുതിയത്? ആർക്കാ കത്ത് എഴുതിയത്? ഉത്തരം നിർമ്മൽക്കോ പത്ര ലിഖാ ഹേ, നിർമ്മലിനാണ് കത്ത് എഴുതിയത്. മൂന്നാമത്തെ ചോദ്യം, കഹാസെ പത്ര ലിഖാ ഹേ, എവിടെ നിന്നാണ് കത്ത് എഴുതിയിട്ടുള്ളത്? ഉത്തരം ജുഹു മുംബൈ സെ പത്ര ലിഖാ ഹേ, ജുഹു മുംബൈ എന്ന സ്ഥലത്ത് നിന്നാണ് കത്ത് എഴുതിയിട്ടുള്ളത്. നാലാമത്തെ ചോദ്യം, കിസ്കാ ജന്മദിൻ മനായ ജാ രഹാ താ, ആരുടെ ജന്മദിനമാണ് ആഘോഷിക്കുന്നത്? ഉത്തരം ഗുൽമോഹർ പേഡ് കാ ജന്മദിൻ മനായ ജാ രഹാ താ, ഗുൽമോഹർ മരത്തിൻ്റെ ജന്മദിനമാണ് ആഘോഷിച്ചിട്ടിരുന്നത്. ഓക്കെ, ഇതേപോലെയുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് കത്തിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് പാഠഭാഗത്തിൽ വരുന്ന സൈഡ് ബോക്സ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. मीना की सहेलियाँ उसके घर पहुंची, बगीचे के सामने एक पोस्टर लगाया था, वह पोस्टर कैसा होगा? മീനയുടെ കൂട്ടുകാരികൾ മീനയുടെ വീട്ടിലേക്ക് എത്തി. പൂന്തോട്ടത്തിൻ്റെ മുൻപിൽ ഒരു പോസ്റ്റർ കണ്ടു. ആ പോസ്റ്റർ എങ്ങനെയുള്ളതായിരിക്കും? അപ്പോൾ ഇവിടെ എന്താ കാണാൻ കഴിയുന്നത്? വർഷഗാണ്ട് എന്ന് കാണാൻ കഴിയുന്നുണ്ടല്ലേ. വർഷഗാണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വാർഷികം. സോ വാർഷികത്തിൻ്റെ പോസ്റ്ററാണ് നമുക്കവിടെ കാണാൻ കഴിയുക. മേരാ പോസ്റ്റർ ഗുൽമോഹർ കി വർഷഗാണ്ട് സെ സംബന്ധിത് ഹെ, എൻ്റെ പോസ്റ്റർ ഗുൽമോഹർ മരത്തിൻ്റെ വാർഷികത്തെ സംബന്ധിച്ചിട്ടുള്ളതാണ്. സ്ഥാൻ, താരീഖ്, സമയ് ആദി കാ ഉല്ലേഖ് ഹെ, സ്ഥാൻ എന്ന് പറഞ്ഞാൽ സ്ഥലം, താരീഖ് എന്നാൽ ഡേറ്റ്, സമയ് എന്ന് പറഞ്ഞാൽ ടൈം. ഈ മൂന്ന് സൂചനകളും ഉൾക്കൊണ്ടതാണ്. ആകർഷക് ഹേ, അട്രാക്റ്റീവാണ്. സോ ഈ രീതിയിലാണ് നമ്മൾ പോസ്റ്റർ തയ്യാറാക്കേണ്ടത്. ഈ മൂന്ന് പോയിൻറ്സും ഉൾക്കൊണ്ടുങ്ങാണ്ട് ഒരു പോസ്റ്റർ കൂട്ടുകാരെല്ലാം തയ്യാറാക്കേണ്ടതാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു സാമ്പിൾ പോസ്റ്റർ ഇവിടെ കാണിച്ചു തരാം. സോ ഞാനിവിടെ ഒരു പോസ്റ്റർ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതേപോലെ നിങ്ങളും പോസ്റ്റർ തയ്യാറാക്കാൻ ശ്രമിക്കണം. നമ്മുടെ ചോദ്യത്തിലുള്ള വിവരങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് പോസ്റ്റർ നിർമ്മിക്കേണ്ടത്. ഞാനിവിടെ ആദ്യമായിട്ട് കൊടുത്തിട്ടുള്ളത് എന്താണ്? ജന്മദിൻ നിമന്ത്രൺ. എന്നാൽ എന്താണ്? ബർത്ത്ഡേ ഇൻവിറ്റേഷൻ. ഗുൽമോഹർ കാ 5വീं വർഷഗാണ്ട് സമാരോഹ പർ സബ്കാ സ്വാഗത്, ഗുൽമോഹർ മരത്തിൻ്റെ 5ാം വാർഷിക ചടങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമാരോഹ എന്നാൽ സെറമണി. 6 മൈ 2014 ഷാം 4:30 ബജെ, 6 മെയ് 2014 വൈകുന്നേരം 4:30. കശ്യപ് നിവാസ് മുംബൈ. കശ്യപ് നിവാസ് എന്നാൽ മീനയുടെ വീട്ടുപേരാണ്. സോ മീനയുടെ വീട്ടിൽ വെച്ചാണ് ആഘോഷമുള്ളത്. ശുഭകാമനാओं से മീന और പരിവാർ, ബെസ്റ്റ് വിഷസ് ഫ്രം മീന ആൻഡ് ഫാമിലി. സോ എല്ലാവർക്കും പോസ്റ്റർ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് മനസ്സിലായില്ലേ? ഇനി എല്ലാവരും ഇതേ രൂപത്തിൽ പോസ്റ്റർ ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. मीना चुपके से गुलमोहर को कुछ और पानी दे आती, वह ऐसे क्यों करती है? മീന ഗുൽമോഹർ മരത്തിന് ആരുമറിയാതെ വെള്ളം ഒഴിച്ചു കൊണ്ടിരുന്നു. കാരണം എന്തായിരിക്കും? ഓക്കെ, ഇതിൻ്റെ ഉത്തരം നോക്കാം. मीना चुपके से गुलमोहर को कुछ और पानी दे आती क्योंकि मीना जानती थी कि इस गर्मी में भी गुलमोहर पर कोई फूल नहीं खिलता तो माँ उसे ज़रूर कटवा देंगी. മീന
ഗുൽമോഹർ മരത്തിന് വെള്ളം ഒഴിച്ചു കൊണ്ടിരുന്ന കാരണം മീനക്ക് അറിയാമായിരുന്നു ഈ വേനൽക്കാലത്തും ഗുൽമോഹർ മരത്തിൽ പൂ വിരിഞ്ഞില്ലെങ്കിൽ തൻ്റെ അമ്മ മരത്തെ തീർച്ചയായും മുറിക്കുമെന്ന്. ഓർ മീന ഉസ് പേട് കോ ബഹുത് ചാഹതി തി. അതേപോലെ മീന ആ മരത്തെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. ഈ കാരണങ്ങൾ കൊണ്ടാണ് മീന ആരുമറിയാതെ ഗുൽമോഹർ മരത്തിന് വെള്ളമൊഴിച്ചു കൊണ്ടിരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ചോദ്യം നോക്കാം. ഇസ് ഗുൽമോഹർ കോ കാട്ട് ദോ और इसकी जगह पर दूसरा गुलमोहर लगाओ. माँ के इस मनोभाव पर चर्चा करें. ഈ ഗുൽമോഹർ മരത്തെ മുറിച്ചു മാറ്റി അതിൻ്റെ സ്ഥാനത്ത് വേറൊരു ഗുൽമോഹർ മരം നട്ടുപിടിപ്പിക്കുക. അമ്മയുടെ ഈ മനോഭാവത്തെ ചർച്ച ചെയ്യുക എന്നാണ് ചോദ്യം. നമുക്ക് ഉത്തരം നോക്കാം. माँ ने गुलमोहर का पौधा लगवाते 4 वर्ष बीत जाने पर भी इस पर कोई फूल नहीं खिला. അമ്മ ഗുൽമോഹർ മരത്തിൻ്റെ തൈ നട്ടുപിടിപ്പിച്ച് 4 വർഷമായിട്ടും ഒറ്റൊരു പൂവും വിരിഞ്ഞില്ല. മാ ഉസ് പേട് കോ കട്ട്വാക്ക നയാ ഗുൽമോഹർ കാ പൗധ ലഗാന ചാഹതി തി. അമ്മ ഈ മരത്തെ മുറിച്ച് പുതിയ ഗുൽമോഹർ മരത്തെ നട്ടുപിടിപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. माँ का यह मनोभाव था कि बिना फूल के पेड़ को रखने का कोई फायदा नहीं. അമ്മയുടെ മനോഭാവം ഇങ്ങനെയായിരുന്നു. പൂക്കളൊന്നുമില്ലാതെ വെറുതെ മരത്തെ പരിപാലിച്ചിട്ട് കാര്യമൊന്നുമില്ല. സോ നമ്മളിവിടെ എന്താ കണ്ടത്? മീനയുടെ അമ്മയുടെ മനോഭാവം ഇങ്ങനെയായിരുന്നു. വെറുതെ പൂക്കളൊന്നുമില്ലാതെ മരത്തെ പരിപാലിച്ചിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ടാണ് അമ്മ ഈ മരത്തിനെ മുറിച്ചു മാറ്റി വേറൊന്ന് നട്ടുപിടിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് ചോദ്യം നോക്കാം. जैसे गुलमोहर भी अपनी कहानी सुनता सुनता मुस्कुरा रहा था, गुलमोहर के विचार क्या क्या होंगे. ഗുൽമോഹർ മരവും കഥ കേട്ട് പുഞ്ചിരിക്കുന്നത് പോലെ തോന്നി. ഗുൽമോഹറിൻ്റെ ചിന്താഗതി എന്തായിരിക്കും? ഉത്തരം നോക്കാം. ഗുൽമോഹർ കെ വിചാർ ഐസ ഹോഗാ കി. ഗുൽമോഹറിൻ്റെ ചിന്ത ഇങ്ങനെയായിരിക്കുന്നതാണ്. അഗർ ഇസ് ഗർമി മേ ബി मुझ पर फूल न आते तो आज यह जन्मदिन नहीं मनाया जाता. ഈ വേനലിലും എൻ്റെ മേൽ പൂക്കൾ വിരിഞ്ഞില്ലെങ്കിൽ ഈ ജന്മദിനം ആഘോഷിക്കുവാൻ ഞാനിവിടെ ഉണ്ടാവുന്നതല്ല. യഹ കഹാനി സുന്നെ യഹ ഹോഗാ ഹി നഹി. ഈ കഥ കേൾക്കാൻ ഉണ്ടാവില്ല. ഓർ യഹ മേരെ ജഗ പർ ദൂസറ പേട് ഹോത്തെ. അതേപോലെ എൻ്റെ സ്ഥാനത്ത് വേറൊരു മരം ഉണ്ടാവുന്നതായിരിക്കും. സോ ഈ രൂപത്തിലായിരുന്നു ഗുൽമോഹർ മരം ചിന്തിച്ചിരുന്നത്. അങ്ങനെ നമുക്കിവിടെ സൈഡ് ബോക്സ് ക്വസ്റ്റ്യൻസ് തീരുകയാണ്. ഈ ചാപ്റ്ററിൽ നമുക്ക് അധികം ചോദ്യോത്തരങ്ങളില്ല. നമ്മൾ പാഠഭാഗം വായിച്ച് നമ്മൾ തന്നെ സ്വയമായി ചോദ്യോത്തരങ്ങൾ ഉണ്ടാക്കേണ്ടതാണ്. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിൽ നിന്ന് 1 വേർഡ് ക്വസ്റ്റ്യൻസും 2 വേർഡ് ക്വസ്റ്റ്യൻസും എങ്ങനെയുള്ളതൊക്കെ വരാമെന്ന് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ഫസ്റ്റ് ചോദ്യം, മീന കി സഹലിയ കോൺ കോൺ തേ. മീനയുടെ കൂട്ടുകാരികൾ ആരെല്ലാമായിരുന്നു? ഉത്തരം നിർമ്മൽ, ചമ്പ, കുലവന്ത്, പുഷ്പ, നസീം ബാനു ഓർ ഷീല. സോ ഇവരൊക്കെയായിരുന്നു മീനയുടെ കൂട്ടുകാരികൾ. നെക്സ്റ്റ് ചോദ്യം, കോൺ സാ ദിൻ വിശ്വ പര്യാവരൺ ദിവസ് മനായ ജാതാ ഹേ. ഏത് ദിവസമാണ് ലോക പരിസ്ഥിതി ദിനം അഥവാ വേൾഡ് എൻവിറോൺമെൻറ്റൽ ഡേ എന്ന് ആഘോഷിക്കുന്നത്? ഉത്തരം ജൂൺ 5 വിശ്വ പര്യാവരണ ദിവസ്. ജൂൺ 5 को വിശ്വ പര്യാവരണ ദിവസ് മനായ ജാതാ ഹേ എന്ന രൂപത്തിൽ ഉത്തരം എഴുതാം. നെക്സ്റ്റ് ചോദ്യം നോക്കാം. മാ നെ ബഗീച്ചെ മേ കോൺ കോൺ സെ പൗധെ ലഗ്വായെ. അമ്മ പൂന്തോട്ടത്തിൽ ഏതെല്ലാം തരത്തിലുള്ള തൈകളാണ് നട്ടുപിടിപ്പിച്ചത്? ആൻസർ അമ്രൂദ്, ആം ഓർ ഗുൽമോഹർ കെ ദോ ദോ പൗധെ ലഗ്വായെ. അമ്രൂദ് എന്നാൽ പേര, ആം മാവ്, പിന്നെ ഗുൽമോഹർ മരത്തിൻ്റെ ഈ 2 തൈകളും നട്ടുപിടിപ്പിച്ചു. നെക്സ്റ്റ് ചോദ്യം, മാനെ മാലിസെ ക്യാ കഹ. അമ്മ തോട്ടക്കാരനോട് എന്താണ് പറഞ്ഞത്? ഉത്തരം माँ ने माली से यह गुलमोहर को काट कर दूसरा लगवाने को कहा.
അമ്മ തോട്ടക്കാരനോട് ഈ ഗുൽമോഹർ മരത്തെ മുറിച്ചു മാറ്റി വേറൊരു ഗുൽമോഹർ മരം നട്ടുപിടിപ്പിക്കാൻ പറഞ്ഞു. നെക്സ്റ്റ് ചോദ്യം, മീന ക്യോ ഉദാസ് തീ? മീന എന്തിനാണ് ദുഃഖിതയായിരുന്നത്? ഉത്തരം, ഗുൽമോഹർ पर फूल न आया और मीना की माँ उस पेड़ को कटवाने वाली थी इसलिए मीന उदास थी. ഗുൽമോഹർ മരത്തിൽ പൂക്കളൊന്നും വിരിയാത്തത് കൊണ്ട് തൻ്റെ അമ്മ മരത്തെ മുറിച്ചു മാറ്റാൻ ഉദ്ദേശിച്ചു. അതുകൊണ്ടാണ് മീന ദുഃഖിതയായിരുന്നത്. നെക്സ്റ്റ് ചോദ്യം, മാ ഗുൽമോഹർ കെ പേട് കോ ക്യോ കട്ട്വാന ചാഹത്തി തീ? അമ്മ ഗുൽമോഹർ മരത്തെ എന്തിനാണ് മുറിക്കാൻ ഉദ്ദേശിച്ചത്? उत्तरम, गुलमोहर के पेड़ पर 4 वर्ष होने पर भी कोई फूल नहीं खिला. ഗുൽമോഹർ മരത്തിൽ 4 വർഷങ്ങളായിട്ടും ഒറ്റൊരു പൂക്കളും വിരിഞ്ഞില്ല. ഇസ്ലിയെ മാ പേട് കോ കട്ട്വാന ചാഹത്തി തീ. ഇതുകൊണ്ടാണ് അമ്മ ഗുൽമോഹർ മരത്തെ മുറിക്കാൻ ഉദ്ദേശിച്ചത്. നെക്സ്റ്റ് ചോദ്യം, ഗുൽമോഹർ കെ പേട് മേ കോൺസെ റംഗ് കെ ഫൂൽ ആയാ താ? ഗുൽമോഹർ മരത്തിൽ ഏത് നിറത്തിലുള്ള പൂക്കളാണ് വന്നത്? ഉത്തരം, ലാൽ ഓർ കൈസറിയ റംഗ് കാ ഫൂൽ ആയാ താ. ചുവപ്പും കുങ്കുമ നിറത്തിലുമുള്ള പൂക്കളാണ് വിരിഞ്ഞത്. ഓക്കെ. നെക്സ്റ്റ് ചോദ്യം, മീന ने ഗുൽമോഹർ की कितनी साल का वर्षगांठ मना रही थी? മീന ഗുൽമോഹർ മരത്തിൻ്റെ എത്രാം വാർഷികമാണ് ആഘോഷിച്ചത്? ഉത്തരം, 5वीं വർഷഗാണ്ട്, 5ാമത്തെ വാർഷികം. സോ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് പാഠഭാഗത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം. നിങ്ങളിതേപോലെ ചോദ്യങ്ങൾ ഉണ്ടാക്കി ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കണം. ഇനി നമുക്ക് പാഠത്തിൽ വരുന്ന ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്യാം. वाक्य चुनकर लिखे, मैं तुम्हें सारी कहानी बता दूंगी. अच्छा, ज़रूर आऊँगी. रेखांकित अंश पर ध्यान दे. पाठ भाग से ऐसे वाक्य चुनकर लिखे. സോ ഇവിടെ അവർ 2 സെൻറ്റൻസ് തന്നിട്ടുണ്ട്. मैं तुम्हें सारी कहानी बता दूंगी. ഞാൻ നിനക്ക് എല്ലാ കഥയും പറഞ്ഞു തരാം. ഇവിടെ ബതാ ദൂങ്കി എന്നതിന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടല്ലേ. സോ അതെന്താ ഇവിടെ വിശേഷിപ്പിക്കുന്നത്? ഭവിഷ്യത് കാൽ. ഭവിഷ്യത് കാൽ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ടെൻസ്. നമ്മൾ ഇംഗ്ലീഷിൽ പഠിച്ചിട്ടുണ്ടല്ലേ, വരാൻ പോണ കാലത്തിനെ സൂചിപ്പിച്ചിട്ടാണ് ഭവിഷ്യത് കാൽ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ കാലത്തിന് എന്താ പറയുക? പാസ്റ്റ് ടെൻസ് എന്ന് പറയും. ഹിന്ദിയിൽ അതിന് ഭൂത് കാൽ എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് എന്താണ് പറയുക? വർത്തമാൻ കാൽ. ഇംഗ്ലീഷിൽ പ്രസൻറ്റ് എന്ന് പറയും. ഓക്കെ, അതേ രൂപത്തിൽ വരാൻ പോണ കാര്യത്തിനെ സൂചിപ്പിക്കുന്നതിനാണ് ഭവിഷ്യത് കാൽ അഥവാ ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലൈൻ എന്താണ്? അച്ഛാ ജറൂർ ആവുങ്കി. ശരി, തീർച്ചയായും വരാം. ഓക്കെ, ഇതൊക്കെ ഫ്യൂച്ചർ ടെൻസ് ആണ്. പോകുന്നതിനെ ഉദ്ദേശിച്ചിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഇതേ രൂപത്തിലുള്ള സെൻറ്റൻസ് നമ്മൾ പാഠഭാഗത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് അങ്ങനത്തെ കുറേ സെൻറ്റൻസ് പാഠഭാഗത്തിൽ കാണാൻ കഴിയും. നമുക്ക് നോക്കാം. मैंने सोचा माँ इसको ज़रूर कटवा देंगी. ഞാൻ കരുതി അമ്മ ഇതിനെ തീർച്ചയായും മുറിക്കുമെന്ന്. ഇവിടെ കട്ട്വാ ദേങ്കി അത് ഫ്യൂച്ചർ ടെൻസ് ആണ്. നെക്സ്റ്റ്, माँ मैं कहती थी ना कि इस गर्मी में मेरे गुलमोहर पर फूल आएंगे. അമ്മേ, ഞാൻ പറഞ്ഞില്ലായിരുന്നോ വേനലിൽ എൻ്റെ ഗുൽമോഹർ മരത്തിൽ പൂവിരിയുമെന്ന്. നെക്സ്റ്റ്, माँ मैं अपने गुलमोहर की 5वीं वर्षगांठ मनाऊंगी. അമ്മേ, ഞാൻ എൻ്റെ ഗുൽമോഹർ മരത്തിൻ്റെ 5ാം വാർഷികം ആഘോഷിക്കും. നെക്സ്റ്റ്, मैं अपनी सहेलियों को दावत दूंगी. ഞാൻ എൻ്റെ കൂട്ടുകാരികൾക്ക് വിരുന്ന് ഒരുക്കും. ഓക്കെ, ഈ രൂപത്തിലുള്ള ഫ്യൂച്ചർ ടെൻസ് ലൈൻസ് നമ്മൾ പാഠഭാഗത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതേണ്ടതാണ്. നെക്സ്റ്റ് ചോദ്യം നോക്കാം. വാക്യോ पर ध्यान दे. വാക്യം ശ്രദ്ധിക്കുക. पेड़ लगाने के कुछ समय बाद एक में से पीला रंग के फूल निकल आए. माँ ने माली से कहा कि इसकी जगह पर दूसरा गुलमोहर लगाओ. घर तैयार हो जाने के बाद माँ ने बगीचा लगवाया. रेखांकित अंशों पर ध्यान दे. पाठ भाग से ऐसे वाक्य छांटकर लिखे. സോ ഇവിടെ ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്. ഇതിൽ 3 വേർഡ്സ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ. ലഗേറ്റ് ലഗാനെ, ഗുൽമോഹർ ലഗാവോ,
ബഗീച്ച ലഗ്വായ. ഇതിനൊക്കെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടല്ലേ. ഇതേ രൂപത്തിലുള്ള കണക്റ്റീവ് സെൻറ്റൻസസ് ആണ് നമ്മൾ പാഠഭാഗത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതേണ്ടത്. ഓക്കെ, സോ നമുക്ക് ഉത്തരം നോക്കാം. आओ आओ यह देखो, मीना ने बगीचे में उन्हें गुलमोहर का वृक्ष दिखाया. देखो दिखाया. ഓക്കെ, ഈ രൂപത്തിലുള്ള സെൻറ്റൻസ് ആണ്. ദേക്കോ നോക്കൂ, ദിക്കായ കാണിച്ചു കൊടുത്തു, അങ്ങനെ. നെക്സ്റ്റ്, घर तैयार हो जाने के बाद माँ ने बगीचा लगवाया. अमरूद, आम और गुलमोहर के दो दो पौधे लगवाए. ഇവിടെ എന്താ കാണാൻ കഴിയുന്നത്? ലഗ്വായ, ലഗ്വായെ. സോ ഇങ്ങനത്തെ കണക്റ്റീവ് സെൻറ്റൻസസ് നമ്മൾ പാഠഭാഗത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതണം. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം നോക്കാം. കഹാനി പഠേ താലിക ബറേ. കഥ വായിച്ച് പട്ടിക പൂർത്തീകരിക്കുക. സോ ഇതിൽ വിട്ടുപോയ വാക്യങ്ങൾ കൂട്ടിയോജിപ്പിക്കുകയാണ് വേണ്ടത്. ആദ്യത്തേത് എന്താണ്? ലാൽ ലാൽ ഫൂൽ, ചുവന്ന പൂക്കൾ. ഡാഷ് പത്തേ, ഡാഷ് ഇലകൾ. കഥയിൽ നമ്മൾ എന്താ വായിച്ചത്? ഹറേ ഹറേ പത്തേ, പച്ചപ്പുള്ള ഇലകൾ. ഡാഷ് ചായ, ഡാഷ് തണൽ. കഥയിൽ എന്താണ് ഉണ്ടായിരുന്നത്? ठंडी ठंडी ചായ, തണുത്ത തണൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് ചോദ്യം നോക്കാം. पढ़े लिखो, निर्मल चुस्त लड़की है, वह सुंदर और होशियार है, चंचल और चतुर भी है. रामू माली है, मोटा आदमी है, वह सुस्त है लेकिन ईमानदार है. निर्मल की विशेषता, रामू की विशेषता. സോ ഈ ചോദ്യത്തിൽ നമുക്ക് എന്താ കാണാൻ കഴിയുന്നത്? നമുക്കൊരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. അതിൽ മീനയുടെ കൂട്ടുകാരിയായ നിർമ്മലിൻ്റെ വിശേഷതയും തന്നിട്ടുണ്ട്. അതേപോലെ തോട്ടക്കാരനായ റാമുവിൻ്റെ വിശേഷതയും തന്നിട്ടുണ്ട്. നമ്മളെന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ ബോക്സിൽ നിർമ്മലിൻ്റെ വിശേഷതകൾ എഴുതണം. രണ്ടാമത്തെ ബോക്സിൽ റാമുവിൻ്റെ വിശേഷതകൾ എഴുതണം. വളരെ പെട്ടെന്ന് എഴുതിയെടുക്കാൻ പറ്റും. നമുക്ക് തന്ന പാരഗ്രാഫിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതിയാൽ മതി. നിർമ്മലിൻ്റെ വിശേഷത എന്തൊക്കെയാണ്? ആദ്യത്തെ വിശേഷത ചുസ്ത്. ചുസ്ത് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ്. രണ്ടാമത്തേതോ സുന്ദർ, സുന്ദരമായ, ഭംഗിയുള്ള. മൂന്നാമത്തേത് ഹോഷിയാർ, ബുദ്ധിമതിയാണ്. നാലാമത്തെ ചഞ്ചൽ. അഞ്ചാമത്തേത് ചതുർ. ചതുർ എന്നാൽ ക്ലെവറാണ്. നെക്സ്റ്റ് റാമുവിൻ്റെ വിശേഷത നോക്കാം. മോട്ട ആദ്മി ഹേ. മോട്ട എന്നുള്ളത് ഒരു വിശേഷതയാണ്, തടിച്ച മനുഷ്യനാണ്. വഹ സുസ്ത് ഹേ. സുസ്ത് എന്ന് പറഞ്ഞാൽ ക്ഷീണിതനാണ്. ലേക്കിൻ ഈമാൻദാർ ഹേ. ഈമാൻദാർ എന്നാൽ സത്യസന്ധനാണ്. സോ നമുക്ക് ഇവിടെ നിർമ്മലിൻ്റെയും റാമുവിൻ്റെയും വിശേഷതകൾ കിട്ടി. സോ നമുക്ക് ഇങ്ങനത്തെ ചോദ്യങ്ങൾ എക്സാമിൽ വന്നാൽ പെട്ടെന്ന് ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ചോദ്യം നോക്കാം. അനുവാദ് കറേ. അനുവാദ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് പറയുന്നത്, തർജ്ജമ ചെയ്യാനാണ് പറയുന്നത്. മീന ജബ് കഹാനി സുനാ ചുക്കി തോ ഉസ്നെ ഗുൽമോഹർ की तरफ देखा, उसको ऐसा लगा जैसे गुलमोहर भी अपनी कहानी सुनता सुनता मुस्करा रहा था. സോ ഇതിനെ നമ്മൾ ട്രാൻസ്ലേറ്റ് എങ്ങനെ ചെയ്യാം? മീന കഥ പൂർത്തിയാക്കിയതിന് ശേഷം വാഗമരത്തിലേക്ക് നോക്കി. അവൾക്ക് വാഗമരവും തൻ്റെ കഥ കേട്ട് പുഞ്ചിരിക്കുന്നത് പോലെ തോന്നി. ഓക്കെ, ഈ രൂപത്തിലാണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് നോക്കാം. ബിന്ദുവോ കി സഹായത സെ ലഘു ലേഖ് ലിഖേ. സൂചനകളുടെ സഹായം മൂലം ലഘുവായ കുറിപ്പ് എഴുതാനാണ് പറയുന്നത്. എന്തൊക്കെയാണ് സൂചനകൾ നോക്കാം. പേടോ സെ ലാഭ്, മരങ്ങളിൽ നിന്ന് ലാഭം. പേടോ കി കട്ടായി ക്യൂ, മരങ്ങൾ മുറിക്കുന്നത് എന്തുകൊണ്ട്. പേടോ കി സംരക്ഷൺ കി ആവശ്യകത, മരങ്ങളുടെ സംരക്ഷണത്തിൻ്റെ ആവശ്യകതകൾ. സോ ഈ 3 സൂചനകളും ഉൾക്കൊണ്ട് നമ്മളൊരു ലഘുവായ കുറിപ്പ് എഴുതേണ്ടതാണ്. ഷോർട്ട് നോട്ട്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഷോർട്ടായിട്ടുള്ളൊരു പാരഗ്രാഫ് എഴുതിയെടുക്കണം. ഓക്കെ, എന്നാൽ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഷോർട്ട് നോട്ട്സ് എഴുതുമ്പോൾ അതിനൊരു ഹെഡിങ്ങും കൊടുക്കണം. എന്തും കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കൊടുക്കാം. ഞാനിവിടെ പേടെന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പേടിക്ക് പ്രാമുഖ്യത, പേഡോസെ ലാബ്, ഈ രീതിയിലുള്ള പലതരത്തിലുള്ള ഹെഡിങ്സും കൊടുക്കാൻ പറ്റുന്നതാണ്. പേഡ് ഹമാരെ ജീവൻ ദാത്ത ഹോത്തെ ഹേ, മരം നമ്മുടെ ജീവന മൂല്യമാണ്.
पेड़ों से हमें बहुत लाभ है. മരത്തിൽ നിന്ന് നമുക്ക് വളരെയധികം ലാഭങ്ങളുണ്ട്. सबसे पहले पेड़ से हमें एकदम स्वच्छ और अच्छी वायु मिलती है. ആദ്യമായിട്ട് നമുക്ക് മരത്തിൽ നിന്ന് വളരെ ശുദ്ധമായ വായു ലഭിക്കുന്നതാണ്. पेड़ अत्यधिक मात्रा में ऑक्सीजन छोड़ती है. മരങ്ങൾ വൻതോതിൽ ഓക്സിജൻ പുറപ്പെടുവിക്കുന്നതാണ്. इसी ऑक्सीजन के द्वारा हमारा जीवन चलता है. ഈ ഓക്സിജൻ മൂലമാണ് നമ്മുടെ ജീവിതം നയിക്കുന്നത്. पेड़ जीवन समुदाय को फल, फूल, लकड़ी और अनेक प्रकार के उपयोगी द्रव्य प्रदान करते हैं. മരങ്ങൾ നമ്മുടെ ജനസമൂഹത്തിന് ഫൽ എന്നാൽ പഴങ്ങൾ, ഫൂൽ പൂക്കൾ, ലക്കടി വിറകുകൾ, അനേക് പ്രകാർക്കെ ഉപയോഗ ദ്രവ്യ അനേക രൂപത്തിലുള്ള ഉപയോഗമായ വസ്തുക്കൾ നമുക്ക് തരുന്നതാണ്. ഹമേ ധൂപ് മേ ഛായ മിൽത്തി ഹേ. बहुत लोग गर्मी के मौसम में पेड़ों के नीचे बैठते हैं और सुख पाते हैं. വേനൽക്കാലത്ത് മനുഷ്യരൊക്കെ മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ആനന്ദം കണ്ടെത്തും. പേട് വാതാവരൺ കോ ശുദ്ധ കർത്തേ ഹേ. മരം അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുന്നതാണ്. വൃക്ഷ ജൽ കെ വേഗ് കോ റോക്കർ ബാഡ് നിയന്ത്രൺ കർത്തേ ഹേ. മരങ്ങൾ വെള്ളത്തിൻ്റെ വേഗത കുറച്ച് വെള്ളപ്പൊക്കം, സുനാമി പോലത്തതിനെ നിയന്ത്രിക്കുന്നതാണ്. बढ़ती हुई जनसंख्या की आवश्यकताओं, घर बनाने, लकड़ी के लिए, फर्नीचर आदि बनाने की पूर्ति के लिए बड़े प्रमाण पर पेड़ काट डाले. അധികമായിട്ടുള്ള ജനസംഖ്യ മൂലം മനുഷ്യർ വീടുകൾ നിർമ്മിക്കാനും ഫർണിച്ചർ മറ്റ് കാര്യങ്ങൾ ഉണ്ടാക്കാൻ വൻതോതിൽ മരങ്ങളെ മുറിച്ചു മാറ്റുന്നു. अधिक मात्रा में पेड़ों की कटवाई से पर्यावरण प्रदूषित हो जाता है. വൻതോതിൽ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനാൽ നമ്മുടെ അന്തരീക്ഷം മലിനീകരിക്കുന്നതാണ്. വർഷ കം ഹോ ജാത്തി ഹേ, പ്രകൃതി കാ സന്തുലൻ ബിഗഡ് ജാത്താ ഹേ. നമുക്ക് മഴകൾ കുറയുകയാണ്, അതേപോലെ എൻവിറോൺമെൻറ്റൽ ആക്ടിവിറ്റീസൊക്കെ ഇൻബാലൻസ് ആവുകയാണ്. बाढ़ जैसे प्राकृतिक प्रकोप का सामना करना पड़ता है. വെള്ളപ്പൊക്കം, സുനാമി രൂപത്തിലുള്ള നാച്ചുറൽ കലാമിറ്റീസൊക്കെ നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിരിക്കും. इससे बचने के लिए हमें अत्यधिक मात्रा में पेड़ को लगवाना चाहिए. ഇതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടണമെങ്കിൽ എല്ലാവരും വൻതോതിൽ മരങ്ങൾ നെട്ടിപ്പിടിപ്പിക്കേണ്ടതാണ്. और मानव पेड़ को संरक्षित करना चाहिए. അതേപോലെ മനുഷ്യർ മരത്തെ സംരക്ഷിക്കേണ്ടതാണ്. സോ നമ്മളിവിടെ മരത്തെക്കുറിച്ചൊരു ചെറുതായിട്ടുള്ളൊരു എസ്സേ, ഒരു ഷോർട്ട് നോട്ട്സ് എഴുതിയല്ലേ. നിങ്ങൾക്ക് വേറെ ചേഞ്ചസ് വരുത്താം. ഞാനിവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ തന്നുള്ളൂ. ഈ രൂപത്തിൽ നിങ്ങൾക്കൊരു ഷോർട്ട് നോട്ട് എഴുതിയെടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം നോക്കാം നമുക്ക്. പത്ര തയ്യാർ കറേ. പത്ര എന്നാൽ ലെറ്റർ, മലയാളത്തിൽ കത്തെന്ന് പറയും. സോ നമ്മൾ ആദ്യം ഒരു കത്ത് കണ്ടല്ലേ, മീന നിർമ്മലിനെ എഴുതുന്ന കത്ത്. ഇവിടെ ഇവരെന്താ പറയുന്നത് നോക്കാം. मीना की सहेलियाँ जन्मदिन मनाने आई थी, लेकिन अपर्णा नहीं आ सकी. जन्मदिन समारोह का विवरण देते हुए निर्मल ने अपर्णा को പത്ര ലിഖ. വഹ പത്ര കൽപ്പന കർക്കെ ലിഖേ. സോ ഇവിടെ എന്താ അവർ പറയുന്നത്, മീനയുടെ കൂട്ടുകാരികളെല്ലാം ജന്മദിനം ആഘോഷിക്കുവാൻ വേണ്ടി വന്നു. പക്ഷേ അപർണ എന്ന കൂട്ടുകാരിക്ക് ജന്മദിനത്തിന് വരാൻ സാധിച്ചില്ല. അതുകൊണ്ട് നിർമ്മൽ ഈ ജന്മദിനം ആഘോഷത്തെക്കുറിച്ച് അപർണയ്ക്ക് ഒരു കത്ത്, സാങ്കല്പികമായി ഒരു കത്ത് എഴുതാനാണ് പറയുന്നത്. സോ ആ കത്ത് എങ്ങനെയുള്ളതായിരിക്കും എന്ന് നമുക്ക് നോക്കാം. അമൃത് നിവാസ്. അമൃത് നിവാസ് എന്ന വീട്ടുപേരാണ്. നയി ദില്ലി, ന്യൂഡൽഹി, 7 മെയ് 2014, 7 മെയ് 2014. പ്രിയ അപർണ, പ്രിയപ്പെട്ട അപർണ. नमस्ते, नमस्कारम. तुम्हारा परीक्षा कैसा था जो तुम्हें गुलमोहर के जन्मदिन वाले दिवस आयोजित किया था? ഗുൽമോഹർ മരത്തിൻ്റെ ജന്മദിനത്തിൻ്റെ ദിവസം ഉണ്ടായിരുന്ന പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു? ഗുൽമോഹർ के जन्मदिन पर मैं चंपा, कुलवंत, पुष्पा, नसीम बानू और ഷീല के साथ मीना के घर पहुंची. ജന്മദിനത്തിൻ്റെ ദിവസം ഞാൻ ചമ്പ, കുലവന്ത്, പുഷ്പ, നസീം ബാനു, ഷീല,
ഞങ്ങളെല്ലാവരും കൂടി മീനയുടെ വീട്ടിൽ എത്തി. മീനാനെ ബഗീച്ചേ മേ ഹമേ ഉസ്കാ പ്യാറാ പേട് ദിഖായ. മീന ഞങ്ങൾക്ക് പൂന്തോട്ടത്തിൽ അവളുടെ പ്രിയപ്പെട്ട മരത്തെ കാണിച്ചു തന്നു. കോമൽ കോമൽ പത്തിയോ വാലെ ഏക് സുന്ദർ വൃക്ഷ. കോമലമായ ഇലകളുള്ള ഒരു സുന്ദരമായ വൃക്ഷം. ലാൽ ഓർ കേസറിയ റംഗ് സുന്ദർ ഫൂൽ. ചുവപ്പും കുങ്കുമ നിറത്തിലുള്ള പൂക്കൾ. ഹറേ ഹറേ പത്തോ കെ ബീച്ച് സെ ജാങ് രഹേ തേ. പച്ച ഇലകൾക്കിടയിൽ നിന്ന് എത്തി നോക്കിക്കൊണ്ടിരുന്നു. മാനോ ഹമേ ദേഖ് മുസ്കുറ റഹേ ഹോ. കണ്ടാൽ ഞങ്ങളെ നോക്കി പുഞ്ചിരിക്കുന്നത് പോലെയുണ്ടായിരുന്നു. मीना ने पेड़ का जन्मदिन मनाने की पूरा कहानी हमें बताई. മീന മരത്തിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നതിൻ്റെ കാരണത്തെക്കുറിച്ചുള്ള കഥ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. മീന की तरह हमें भी गुलमोहर को देखकर बहुत खुश हुई. മീനയുടെ പോലെ ഞങ്ങൾക്കും ഗുൽമോഹർ മരത്തെ നോക്കി വളരെ സന്തോഷമായി. हम सब गुलमोहर की छाया में दावत की. ഞങ്ങളെല്ലാവരും ഗുൽമോഹർ മരത്തിൻ്റെ തണലിൽ വിരുന്നൊരുക്കി. തും ബി ഹോത്തി തോ ബഹുത് ഖുഷ് ഹോത്തി. നീയുമുണ്ടെങ്കിൽ വളരെയധികം സന്തോഷിച്ചിരുന്നു. തുംസെ മിൽനെ പർ സാറാ ബാത് ബതാഊംഗി. നേരിൽ കാണുമ്പോൾ എല്ലാ വിവരങ്ങളും അറിയിക്കാം. തുംഹാരി നിർമ്മൽ. നിൻ്റെ നിർമ്മൽ. സോ നമ്മളിവിടെ നിർമ്മൽ അപർണയ്ക്ക് എഴുതുന്ന ലെറ്റർ കണ്ടല്ലേ. ഇവിടെ എന്താ എഴുതിയിട്ടുള്ളത്? പരീക്ഷ ആയതുകൊണ്ട് അപർണയ്ക്ക് ജന്മദിനം ആഘോഷിക്കുവാൻ കൂടാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് നിർമ്മൽ അവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ ലെറ്റർ മൂലം വിവരിക്കുകയാണ്. ഓക്കെ, എല്ലാവർക്കും ലെറ്റർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലെറ്റർ എഴുതുമ്പോൾ ഫോമാറ്റ് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിൽ വരുന്ന മീനിങ്സ് പഠിക്കാം. വർഷഗാണ്ട് വാർഷികം, ആനിവേഴ്സറി ജന്മദിൻ ജന്മദിനം ബർത്ത്ഡേ, പാഞ്ച്വി അഞ്ചാമത്തെ ഫിഫ്ത്ത്, ദാവത് സദ്യ വിരുന്ന് ഇംഗ്ലീഷിൽ ബാങ്ക്വെറ്റ് എന്ന് പറയും, ഖുഷി സന്തോഷം ഹാപ്പിനെസ്, ബേശക് നിസ്സംശയം വിത്തൗട്ട് എനി ഡൗട്ട്സ്, അഗ്ലി അടുത്ത നെക്സ്റ്റ്, ഗർമി വേനൽക്കാലം സമ്മർ സീസൺ, ലിപ്പട്ന കെട്ടിപ്പിടിക്കുക ഹഗ്, ഫൂൽ കി ക്യാറ പൂത്തടം ഫ്ലവർ ബെഡ്, അമ്രൂദ് പേര ഗോവ, കട്ട്വാന മുറിക്കുക കട്ടിംഗ് ഡൗൺ, ठंडी തണുത്ത കൂൾ, ചായ തണൽ ഷേഡ്, ഫൈസ്ല തീരുമാനം ഡിസിഷൻ, ദരി പർവതാനി കാർപ്പറ്റ് റഗ്, ബിഛാന വിരിക്കുക ടു സ്പ്രെഡ്, ചാദർ വിരിപ്പ് എ ഷീറ്റ്, ഉപഹാർ സമ്മാനം എ പ്രസൻറ്റ് അഥവാ ഗിഫ്റ്റ് എന്ന് പറയും, കേസറിയ കുങ്കുമ നിറം എ സാഫ്രോൺ കളർ, ജാങ്ക്ന എത്തി നോക്കുക ടു പീപ്പ്, ബെചാറ പാവം ഹെൽപ്നെസ്. അങ്ങനെ നമ്മുടെ ആക്ടിവിറ്റീസും ക്വസ്റ്റൻ ആൻഡ് ആൻസേഴ്സും ഇവിടെ അവസാനിക്കുകയാണ്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് വഴി ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.